തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശക്തമായ പ്രചാരണത്തിലാണ് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ. വികസനവും വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചാണ് മുന്നണികൾ വോട്ട് തേടുന്നത്. പ്രധാനമന്ത്രി നാളെ വീണ്ടും കേരളത്തിലെത്തുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം വി വിനോദ് ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. വിനോദ്, തെരഞ്ഞെടുപ്പ് തീയതികളായതോടുകൂടി നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്ന പ്രചരണം ചൂടുപിടിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയങ്ങൾ നോക്കിയാൽ LDF ഇതിനോടകം തന്നെ പൗരത്വ വിഷയമാണ് പ്രധാന അജണ്ട എന്നത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസ് പൗരത്വ വിഷയത്തിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങൾ കൂടി ചർച്ചയാക്കാൻ ശ്രമിക്കുകയാണ്. BJP കേന്ദ്ര നേട്ടങ്ങൾ പറഞ്ഞ് LDFനെയും UDFനെയും അവരുടെ ഭരണകാലത്തെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണമാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നത് സംസ്ഥാനത്ത്? BJPയുടെ 4 സ്ഥാനാർത്ഥികൾ ഇതുവരെ ആയിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ മറ്റു പാർട്ടികളിൽ നിന്ന് അവിടേക്ക് എത്തുന്നവർക്ക് കിട്ടുന്ന കൂടുതൽ പരിഗണനയിൽ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നു. CK പത്മനാഭൻ കഴിഞ്ഞ ദിവസം ഉയർത്തിയ വിമർശനം നമുക്കറിയാം. അദ്ദേഹം അത് പരസ്യമായി മാധ്യമങ്ങളോട് വിശദീകരിക്കാനും തയ്യാറായിരിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് സാഹചര്യങ്ങൾ? ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിലും ചർച്ചയാകുന്നുണ്ട്. ഇടത് പാർട്ടികൾ അത്തരമൊരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് ഇടത് പാർട്ടികൾ പോയിട്ടില്ല, മുസ്ലിം ലീഗ് പോയിട്ടില്ല. അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഈ ഇലക്ട്രൽ ബോണ്ട് പട്ടികയിൽ ഉണ്ട്. അത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ സജീവമായി കേരളത്തിലും ഉയർന്നു വരുന്നുണ്ട്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി CAA-യുമായി ബന്ധപ്പെട്ട് വന്ന വിഷയം അത് ഒരുപക്ഷെ നേരത്തെ ചർച്ച ചെയ്ത് അവസാനിച്ചു എന്ന് കരുതിയത് വീണ്ടും നിയമമായി വരുമ്പോൾ വലിയ തോതിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കേരളത്തിൽ കൂടുതലായി ഉള്ള സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആ ചർച്ചകളും വലിയ തോതിൽ ഉയർന്നു വരുന്നത്. അത് ഇടതുപക്ഷം പ്രധാന പ്രചരണ ആയുധമാക്കുന്നു. നേരത്തെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സജീവ ചർച്ചയായി ഈ വിഷയം വരുന്നത്. മറ്റൊന്ന് രേണുക സൂചിപ്പിച്ചു, പ്രധാനമന്ത്രിയുടെ വരവ് ഈ വർഷം തുടങ്ങിയ ശേഷം അദ്ദേഹം ഇത് 5ാമത് തവണയാണ് കേരളത്തിലേക്ക് വരുന്നത്. അടുത്തടുത്തിടെ ഇപ്പോൾ 2 തവണയായി വരുന്നു. 5ാമത് തവണ അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ പാലക്കാടുള്ള റാലിയിലാണ് പങ്കെടുക്കുന്നത്. അവിടെ തിരഞ്ഞെടുപ്പ് റാലി ആണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ തുടർച്ചയായുള്ള വരവ് അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് BJP ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. എന്നാൽ ചില കല്ലുകടികളും ഇതിനിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെ നമുക്ക് പരിശോധിക്കാം. കാസർഗോഡ് പത്മജ വേണുഗോപാൽ എത്തുമ്പോൾ അവിടെ CKP അദ്ദേഹം ആ എതിർപ്പ് പ്രകടിപ്പിച്ചത് ഉദ്ഘാടകനായി തന്നെ തീരുമാനിക്കുകയും പിന്നീട് അതിൽ നിന്ന് മാറ്റുകയും ചെയ്തതിലെ അനിഷ്ടം സ്ഥാനമാനങ്ങൾ തേടി പലരും BJPയിലേക്ക് വരുന്നു. ഇത് നേതൃത്വം തിരിച്ചറിയണം. ഉത്തരേന്ത്യയിലെ രീതിയിൽ കേരളത്തിൽ ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്നാൽ അതിന് അനുഗുണമായ ുള്ള പ്രയോജനമോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം വിചാരിക്കുന്നത് പോലുള്ള ഫലമോ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതായത് അദ്ദേഹത്തിനുള്ള അതൃപ്തി അദ്ദേഹം തുറന്നു പറയുകയാണ്. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകൾ BJPയിലേക്ക് വരുമ്പോൾ BJPയിലെ മുതിർന്ന അംഗങ്ങൾക്കുണ്ടാകുന്ന അനിഷ്ടം, തങ്ങൾക്ക് കൈവരാവുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്ക് പോയുമെന്ന ചിന്ത അവരെ അലട്ടുന്നുണ്ട്. അതുതന്നെയാണ് അവിടെ പ്രതിഫലിച്ച് വരുന്നതും. മറ്റൊന്ന് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ 2ാം ഘട്ടം ആ നിലയിലേക്ക് സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം മാറിയിട്ടുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരികയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇനിയും BJPയുടെ 4 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അത് വൈകുകയാണ്. സ്വാഭാവികമായും അക്കാര്യത്തിലും വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം പോലൊരു മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയായി എത്തും, അല്ലെങ്കിൽ പ്രേമചന്ദ്രനെ സഹായിക്കാൻ BJP നീക്കം നടത്തുന്നു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ തരത്തിൽ പ്രചരണം മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 39 ദിവസങ്ങൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യം. കുറച്ച് സമയം കിട്ടുന്നുണ്ട്. 2ാം ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ പ്രചരണത്തിനും വിശ്രമത്തിനും സമയം കിട്ടുമെന്നുള്ള വിലയിരുത്തൽ സ്ഥാനാർത്ഥികൾക്കുണ്ട്. ഏതായിരുന്നാലും വാദപ്രതിവാദങ്ങളും തുടരെയുള്ള ആരോപണങ്ങളും ഒക്കെയും കളം നിറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം അത് EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും നിഷേധിക്കുന്നു. ഈ തരത്തിൽ ചൂടുപിടിച്ച ചർച്ചകളും വിവാദങ്ങളും എല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയാണ് രേണുക.